ഇന്ന് ഗുരുവായൂരിലെ വിവാഹ ചടങ്ങിൽ എല്ലാവരും ശ്രദ്ധിച്ചൊരു കാര്യം സാധാരണ പതിവില്ലാത്തൊരു കാര്യമാണ്. അവിടെ താലി ചാർത്തിയപ്പോൾ പയ്യന് വേണ്ടിയുള്ള സമ്മാനവും ഭഗവാന്റെ നടയിൽ വെച്ച് തന്നെ അനുമോൾ തിരികെ നൽകി. 5 പവനോളം വരുന്ന ഒരു വലിയ മാല തന്നെയാണ് ഭർത്താവിന്റെ കഴുത്തിലേക്ക് അനുമോൾ ധരിപ്പിച്ചത്. താലി ഇടുന്നത് പോലെ അനുമോൾ ധരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ട്രോൾ വീഡിയോ വരുന്നുണ്ടെങ്കിലും സാധാരണയായി ഭർത്താവിന് അവിടെ വെച്ച് ആരും അങ്ങനെ സമ്മാനങ്ങൾ നൽകാറില്ല എന്നും എന്നുള്ളൊരു പ്രത്യേകതയോടെയാണ് അനുമോൾ നൽകിയതെന്നും പ്രേക്ഷകർ കണ്ടെത്തി പറയുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നാലെ ഭഗവാന്റെ ചിഹ്നമുള്ള അല്ലെങ്കിൽ ഭഗവാന്റെ മുദ്രയുള്ള ഭഗവാന്റെ രൂപമുള്ള ഒരു അടിപൊളി ബ്രേസ്ലെറ്റും ഇത് കൂടെ നൽകുകയും ചെയ്തു. അതും കയ്യിൽ ധരിപ്പിച്ചതിന് ശേഷമാണ് മണ്ഡപത്തിൽ നിന്നും അനുമോൾ ഇറങ്ങിയത്. സ്ത്രീധനം എന്നൊന്നുമില്ല, എന്നാൽ ചടങ്ങ് പ്രകാരം പയ്യനും പയ്യന്റെ ആൾക്കാർക്കും ഇത്തരത്തിൽ സ്വർണം കൊടുക്കുന്ന പല രീതികളുണ്ട്. അതാണ് അനുമോൾ അവിടെ നോക്കിയതെന്ന് മനസ്സിലാകുന്നുണ്ട്. പലരുടെ രീതിയും പലരാണ് എന്ന് മനസ്സിലാക്കാനുള്ളൊരു സാഹചര്യം കൂടിയാണ്. തമിഴും മലയാളവും അല്ലെങ്കിൽ തമിഴ് രീതിയും മലയാളി രീതികളും കേരള രീതിയും ഒക്കെ തന്നെ മാറ്റുന്ന രീതിയിലേക്കാണ് ഇവരുടെ വിവാഹം എത്തിയത്. ഇതോടെ പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് മാറുകയും ചെയ്തു എന്ന് നമുക്ക് പറയാം. ആരാധകരും വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ വളരെയധികം സ്നേഹത്തോടെ സംസാരിക്കുകയും അതുപോലെ പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണിത്. ആരാധകരുടെ പ്രീതി വളരെയധികം ലഭിക്കുകയും പ്രേക്ഷകരുടെ പ്രീതി വളരെയധികം മനസ്സിലാക്കി തരികയും ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണിത്. സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ തന്നെ ഇത് വളരെയധികം വൈറലാകുന്നുണ്ട്. അനുമോളെ കുറിച്ച് പറയുമ്പോൾ തന്നെ എല്ലാവരും ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഓരോ തവണയും പ്രേക്ഷകർ ഇത്തരത്തിൽ വാർത്തയോടെ തന്നെ എഴുതി ചേർക്കുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർ വളരെയധികം പ്രീതി നിറച്ച് തന്നെയാണ് സംസാരിക്കുകയും ചെയ്യുന്നത്. ഓരോ തവണയും ആരാധകർ ഇത്തരത്തിൽ സംസാരിക്കുമ്പോൾ സോഷ്യൽ മീഡിയ പോസ്റ്റുകളോടൊപ്പം തന്നെ ഇത് നിൽക്കുന്നതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നത്. ആരാധകരും അതുപോലെ തന്നെയാണ് സംസാരിക്കുന്നത്. ഓരോ തവണയും അനുമോൾ ഇപ്പോൾ ഭർത്താവിന് നൽകിയ സമ്മാനങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അനുമോളുടെ വിവാഹമാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ച. ആ ചർച്ചയ്ക്ക് അനുസരിച്ച് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ചുറ്റും നടക്കുന്നത്. പ്രേക്ഷകരും വളരെയധികം കൃത്യമായി തന്നെയാണ് ഈ വാർത്തയെക്കുറിച്ചെല്ലാം സംസാരിക്കുകയും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ പോസ്റ്റുകളെല്ലാം തന്നെ വളരെ കൃത്യമായി ഈ ഒരു വാർത്തയെക്കുറിച്ച് സംസാരിക്കുകയും അനുമോളുടെ വിശേഷങ്ങളെക്കുറിച്ചെല്ലാം സംസാരിക്കുകയും ചെയ്യുന്നു. പ്രേക്ഷകർ തന്നെ വളരെ കൃത്യമായി പ്രേക്ഷകർ പ്രീതിയോടെ തന്നെ ഈ വാർത്തയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളുമായും പങ്കുവയ്ക്കുന്നുണ്ട്. എല്ലാവരും വളരെയധികം സ്നേഹത്തോടെയാണ് ഇത് ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ പങ്കുവയ്ക്കുന്നതിനോടൊപ്പം സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും ഇത് നിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഓരോ തവണയും ആരാധകർ വളരെയധികം സ്നേഹത്തോടെ പങ്കുവയ്ക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ അനുമോളോടൊപ്പം ആശംസകൾ അറിയിച്ച് കൂടിയിരിക്കുന്നു. വരന് വേദിയിൽ വെച്ച് സമ്മാനങ്ങൾ നൽകിയത് എല്ലാവരും ശ്രദ്ധിക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ തവണയും പ്രേക്ഷകർ ഇത്തരത്തിൽ തന്നെയാണ് വാർത്തകൾ അനുമോളുടേതായി ഏറ്റെടുക്കുന്നത്. എന്തായാലും സമ്മാനമെല്ലാം പ്രേക്ഷകർ കണ്ടു എന്നും പ്രേക്ഷകരെല്ലാവരും സന്തോഷത്തോടെയാണ് ഇപ്പോൾ അനുമോളുടെ വിവാഹത്തിനൊപ്പം നിൽക്കുന്നതെന്നും മനസ്സിലാക്കുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.